ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗ് ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഇത്താടെ കൊച്ചിന് ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിനി ബർത്ത്ഡേ വിശേഷങ്ങൾ കാണാം. അപ്പോൾ അവിടെ നല്ലോണം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നൈറ്റ് ആയിരുന്നു പ്രോഗ്രാം. എല്ലാവരും വന്നുകൊണ്ടിരിക്കുമായിരുന്നു. സ്റ്റേജും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നു കഴിഞ്ഞതിന് ശേഷം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചാന് നല്ല കരച്ചിലായിരുന്നു. കാരണം ഈ ചൂടും പിന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ ആയിട്ട് നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ഗേള്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ പോയി. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ അടുത്തത് നമ്മളെ കാര്യത്തേക്ക് കടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫുഡ് ഐറ്റംസ് മറ്റേ അപ്പം, പൊറോട്ട, മസാല ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സാലഡ് ഐറ്റംസും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഫുഡ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ അവിടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ കേട്ട് എല്ലാവരുമായിട്ടും ഒരുമിച്ചിരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ച്. ഇതിൽ മോനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം തണുത്ത വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഞങ്ങൾ കടയിൽ പോയിട്ട് ഉമ്മിക്ക് വെള്ളം കുടിക്കാൻ അയച്ചപ്പോൾ പുറത്ത് കടയിൽ പോയിട്ട് മറ്റേ സ്പ്രൈറ്റൊക്കെ വാങ്ങിച്ച് കുടിച്ച് കഴിഞ്ഞ്. പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അവർ ഫാമിലിയും എല്ലാവരും ആയിട്ട് ഫോട്ടോ സെക്ഷൻ. പിന്നെ തസ്നിത്താടെ വക അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിള്ളേരുടെ ഡാൻസും ലാസ്റ്റത്തെ കലാശക്കൊട്ടൊക്കെ ആയിരുന്നു. മൊത്തം എല്ലാവരും ഡാൻസും പാട്ടും എല്ലാം കഴിഞ്ഞ് അടിച്ച് പൊളിച്ചിട്ടുള്ളൊരു ബർത്ത്ഡേ ഫങ്ഷനായിരുന്നു. നമുക്ക് ഈ ഫംഗ്ഷൻ അടിപൊളിയാക്കി തന്നത് പാലക്കൽ ഇവൻസുകാരാണ്. കാരണം അവർ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഫുഡായാലും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരാം. അപ്പം ബർത്ത്ഡേ ഗേളിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം.